IFMനാണ്. തന്റെ കുട്ടിക്കാലത്ത് നേടിയ നേട്ടങ്ങൾക്ക് ഇന്ത്യൻ ഫാസ്റ്റ് ബൗളർ ആശിഷ് നെഹ്റയിൽ നിന്ന് അവാർഡ് ഏറ്റുവാങ്ങുക, വർഷങ്ങൾക്ക് ശേഷം അതേ ആശിഷ് നെഹ്റയുള്ള ടീമിനെ നയിക്കാനും തന്റെ ടീമിൽ നിന്ന് മികച്ചൊരു വിജയത്തോടെ അയാളെ ചുമലിലേറ്റി യാത്രയയപ്പ് നൽകുകയും ചെയ്യുക. വിരാട് കോഹ്ലി എന്ന ഇന്ത്യൻ നായകന്റെ കഠിന പ്രയത്നം കൊണ്ട് കീഴടക്കിയ സാമ്രാജ്യങ്ങൾ ചെറുതല്ല. അയാൾ മത്സരിക്കുന്നത് ഇന്ന് വരെ ആരും എത്തിപ്പെടാൻ പോലും സ്വപ്നം കാണാതിരുന്ന സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കറുടെ റെക്കോർഡുകളോടാണ്. സച്ചിന്റെ കൂടെ തന്നെ കളിച്ച് വേൾഡ് കപ്പിൽ ഇന്ത്യൻ ജനത ആഗ്രഹിച്ച രീതിയിൽ സച്ചിനെ ചുമലിലേറ്റി യാത്രയയപ്പ് നൽകി. അന്ന് ചുമലിലേറിയത് സച്ചിൻ മാത്രമായിരുന്നില്ല, അയാൾ ബാക്കി വെച്ച നേട്ടങ്ങൾ കൂടിയായിരുന്നു. ഇന്നത് വർഷങ്ങളായി വിരാട് കോഹ്ലി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. നിലവിൽ ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ബാറ്റ്സ്മാനായും ലോകത്തിലെ തന്നെ ഏറ്റവും മാർക്കറ്റ് വാല്യൂ ഉള്ളവരിൽ 4-മനായും സെലിബ്രിറ്റികളിൽ ഏഷ്യയിലെ ഏറ്റവും പോപ്പുലറായ വ്യക്തിയായും 82 മില്യൺ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ഉള്ള കായിക താരമായും അയാൾ മുന്നേറുന്നു. 100ഓളം സെഞ്ചുറി നേടിയ സച്ചിന് പിന്നില് 70 സെഞ്ചുറികൾ തികച്ച് ആ മനുഷ്യൻ ബാറ്റ് കൊണ്ട് വിസ്മയം തീർക്കുകയാണ്. 3 ഫോർമാറ്റിലും 50-ന് മുകളിൽ ശരാശരി, ഏകദിനത്തിലെ 1-ാം റാങ്കും ടെസ്റ്റിലെ 2-ാം റാങ്കും അയാളുടെ കയ്യില് ഭദ്രമാണ്. റൺ മെഷീൻ എന്നും ചേസ് മാസ്റ്റർ എന്നും കിങ് കോഹ്ലി എന്നും അയാൾ കാണിച്ച പ്രകടനങ്ങൾക്ക് ക്രിക്കറ്റ് ലോകം നൽകിയ പേരുകളാണ്. സച്ചിന്റെ റെക്കോർഡുകളോട് മത്സരിക്കുമ്പോഴും സച്ചിനെ പോലെ ശാന്തനായ സ്വഭാവക്കാരനായിരുന്നില്ല കോഹ്ലി. ദാദയെ പോലെ, ഗംഭീറിനെ പോലെ ഫീൽഡിൽ അയാൾ അഗ്രസീവ് കാണിക്കാറുണ്ട്. ചിലർക്കത് അഹങ്കാരമായും ചിലർക്കത് അഗ്രസീവായും തോന്നുന്നത് ഓരോരുത്തരുടെയും ഇഷ്ടങ്ങൾ മാത്രമാണ്. ഫീൽഡിൽ കാണിക്കുന്ന അഗ്രസീവ് അയാൾ ഔട്ട്ഫീൽഡിൽ കാണിക്കില്ലെന്ന് ചില ചിത്രങ്ങൾ നമുക്ക് സാക്ഷ്യപ്പെടുത്തും. കഴിഞ്ഞ IPL സീസണിൽ ഹൈദരാബാദുമായുള്ള മത്സരം കഴിഞ്ഞ് തന്റെ സഹകളിക്കാരനായ മുഹമ്മദ് സിറാജിന്റെ വീട്ടിൽ പോയി അവരുടെ കുടുംബത്തോടൊപ്പം സന്തോഷം പങ്കുവച്ചതും നിലത്തിരുന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചതും ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഓട്ടോ ഡ്രൈവറായ സിറാജിന്റെ പിതാവിനെ ചേർത്ത് പിടിച്ചതും അയാളുടെ വലിയ മനസ്സ് തന്നെയാണ്. നമുക്കൊരു പക്ഷെ നിസ്സാരമായി കാണാമെങ്കിലും അന്ന് ഒരു ഇന്ത്യൻ താരമല്ലാത്ത സിറാജിനെ പോലെ ഒരു യുവതാരത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷങ്ങളിൽ ഒന്നാവും അത്തരം മുഹൂർത്തങ്ങൾ. പന്ത് ചുരണ്ടൽ വിവാദത്തിന് ശേഷം കളിക്കാനിറങ്ങിയ സ്മിത്തിനെ ഇന്ത്യൻ ആരാധകർ കൂവി വിളിച്ച് പരിഹസിച്ചപ്പോ സ്മിത്തിനെ ചേർത്ത് പിടിച്ച് അയാൾക്ക് വേണ്ടി കൈയടിക്കാൻ പറഞ്ഞതും തന്റെ പേര് വിളിച്ച് അലറിയിരുന്ന ആരാധകർക്ക് ജേഴ്സിയിലെ ഇന്ത്യ എന്ന 5 അക്ഷരം കാണിച്ചു കൊടുത്ത് ഇതുച്ചത്തിൽ വിളിക്കാൻ പറഞ്ഞതും ഈ അഹങ്കാരി തന്നെയായിരുന്നു. അയാളുടെ വളർച്ച അയാൾക്കുള്ള റൺസിനോടുള്ള ദാഹം മാത്രമാണ്. അതിനുവേണ്ടി കോഹ്ലി നേടിയ കഠിന പ്രയത്നങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ അടിത്തറയും. ഫിറ്റ്നസ് നിലനിർത്താൻ, സ്ഥിരത നിലനിർത്താൻ, പോരായ്മകൾ പരിഹരിക്കാൻ അയാൾ ഓരോ ദിവസവും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. വന്ന കാലത്ത് തന്നെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ബാറ്റ്സ്മാനായി മാറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് മറ്റുള്ളവരിൽ നിന്ന് കോഹ്ലിയെ വ്യത്യസ്തനാക്കുന്ന ഘടകം. ചുരുങ്ങിയതൊരു 40-50 റൺസ് അന്നും ഇന്നും എന്നും കോഹ്ലിയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വിമർശിച്ചിട്ടുണ്ട് ഒരുപാട്. അത് അയാളുടെ ക്യാപ്റ്റൻസിയിലെ പോരായ്മകൾ മാത്രമാണ്. ബാറ്റ്സ്മാൻ എന്ന രീതിയിൽ വിമർശിക്കാൻ ഒരു അവസരം പോലും അദ്ദേഹം ആർക്കും നൽകി കാണില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്നും കോഹ്ലി തല ഉയർത്തി നിൽക്കുന്നത്. ക്രിക്കറ്റ് ലോകം അടക്കി ഭരിക്കുന്ന രാജാവിന്, ഫീൽഡിൽ കാണിക്കുന്ന പോരാട്ട വീര്യത്തിന്, റൺസ് നേടാനുള്ള അമിതമായ ആഗ്രഹത്തിന്, മുന്നോട്ടുള്ള പ്രയാണങ്ങൾക്ക് ആശംസകൾ നേരുന്നു. ഇഷ്ട ടീം മുംബൈ ആയതുകൊണ്ടും നിലവിലെ ഇഷ്ടതാരം രോഹിത് ആയതുകൊണ്ടും വിമർശനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും കോഹ്ലി, ഞങ്ങൾക്ക് നിങ്ങളെയും ഇഷ്ടമാണ്. ഫാൻസിന് മാത്രം കൊടുക്കുന്ന മറുപടികളാണ് പലതും. അതൊന്നും നിങ്ങളുടെ നേട്ടങ്ങൾ കാണാതിരിക്കാൻ മാത്രം വിരോധമുള്ളത് കൊണ്ടല്ല. ഏറ്റവും നല്ലൊരു ബാറ്റ്സ്മാനിൽ ICC ട്രോഫികൾ കൂടി നേടി മികച്ചൊരു നായകനാവാനും അങ്ങേക്ക് സാധിക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേ വിരാട് കോഹ്ലി. ലവ് യു.